ഈ മാർക്കറ്റിംഗ് ടീം റിസർച്ച് ചെയ്ത് എടുക്കുന്ന ഡേറ്റ ഓവറോൾ കമ്പനിയുടെ ഗ്രോത്തിന് നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക്. ഇതേ ഡേറ്റ തന്നെ നമ്മൾ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ വെർട്ടിക്കൽസും മനസ്സിലാക്കി ഈ മാർക്കറ്റിംഗ് ടീം സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയാണ് ഇനീഷ്യൽ വർക്കിംഗ് ലോജിക്കായിട്ട് നമ്മുടെ സെയിൽസ് ടീമിന് ഒതുക്കുക. അപ്പം നിങ്ങൾ നിൽക്കുന്ന ഇൻഡസ്ട്രി അനുസരിച്ചിട്ടുള്ള സെയിൽസ് ടീമിനെ അത് നിങ്ങൾ എപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട്. സെയിൽസ് ടീമിനെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, സെയിൽസ് ടീമിന് ക്ലിയർ ആയിട്ടുള്ള KPIs ഉണ്ടാവണം, ടാർഗറ്റ്സ് ഉണ്ടാവണം. അവർ ചെയ്യുന്ന ഓരോ ജോലിയും ഡോക്യുമെൻറ്റഡ് ആവണം. അവർ ചെയ്യുന്ന ഓരോ നമ്പേഴ്സിനും റിവാർഡ് ഉണ്ടാവണം. അപ്പോൾ ടാർഗറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. ഈ എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അസസ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ടീം ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റീഷൻ്റെ അടുത്തുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിന് എന്തുകൊണ്ട് അവർ കസ്റ്റമർ ആവുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അസസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ടീമും ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ. അപ്പോൾ സെയിൽസ് ടീമിനെ ഹയർ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഒരു കാര്യം, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുക. രണ്ടാമത്തത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എക്സ്പെർട്ടീസ് ഉള്ള കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്യുക.